ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഓൾറെഡി പഴയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മൾ ഒരു ഫേസ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത് ദൃശ്യ കൃഷ്ണൻ KP, അതെൻ്റെ പക്ക മ്യൂസിക് ചാനൽ മാത്രമാണ്. ഞാനൊരു സിംഗറും കൂടിയാണ്. അപ്പോൾ എന്താണ് പുതിയ യൂട്യൂബ് ചാനലിൽ കുറേ കാലമായിട്ട് ഇത് നിർത്തി വെച്ചതുകൊണ്ട് ഇതെങ്ങനെ പറയണം, എവിടുന്ന് പറഞ്ഞു തുടങ്ങണം ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കിന്ന് ജസ്റ്റ് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ നീസ് ഉണ്ട് ഇപ്പോൾ നാട്ടിൽ, അവൾ ദുബൈയിലാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവളെ പേര് അഭിനയ എന്നാണ്. ഈ ക്യാമറയുടെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നിന്നോ, ഇവിടെ ക്ലാരിറ്റി പറ, നിന്റെ ഡീറ്റെയിൽസ് പറ. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അഭിനയാസ് വണ്ടർലാൻഡ് എന്നാണ് പേര്. എനിക്ക് 4 വയസ്സായിരുന്നപ്പോ തുടങ്ങിയ ഒരു ചാനലാ. ഇപ്പൊ എനിക്ക് 7 വയസ്സായല്ലോ, അത്രയും പഴയതല്ല. പക്ഷെ വീഡിയോസ് കുറവാണ്. പിന്നെ ഞാനൊരു ആക്ട്രസും കൂടെയാണ്. കുറെ ഷോർട്ട് ഫിലിമിലും ഒക്കെ ഉണ്ട്. സീരിയലിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് പണ്ട് ഏഷ്യാനെറ്റില് ഒരു തുവൽസ് പശു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. സീരിയൽ ഉണ്ടായിരുന്നു. അതിലും ഞാൻ ഉണ്ടായിരുന്നു അനിയത്തിയായിട്ട്. ഇപ്പൊ ഒരു പീറ്റേഴ്സ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ട്, അതിലും ഉണ്ടായിരുന്നു ഞാൻ. വന്നിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. ഷൂട്ടിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ ഇന്ന് കിഴി പൊറോട്ട ഉണ്ടാക്കാൻ പോകും. കിഴി പൊറോട്ട നമ്മൾ ഇന്നലെ ഒരു ആളുടെ വീഡിയോയിൽ കണ്ടതാണ്. അതെങ്ങനെയാ പറയുന്നത്? കിഴി പൊറോട്ട. സോ ടുഡേ വി ഗോണ മേക്ക് കിഴി പൊറോട്ട. അപ്പൊ നമ്മുടെ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതായിരുന്നു. അതെ, കുറച്ച് നമുക്കൊരു പുറത്ത് പോയിട്ടൊക്കെ വീഡിയോ എടുക്കാൻ ചെറിയൊരു മടി കാര്യങ്ങൾ. കാരണം കുറേ ആയിട്ട് യൂട്യൂബ് ചാനലിൽ ഒരു പരിപാടികളൊന്നും ചെയ്യാതെ ഓൺലി മ്യൂസിക് മാത്രം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മ്യൂസിക് ഇതുവരെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ പ്ലീസ് ഡു ഗോ ആൻഡ് വിസിറ്റ് മൈ ചാനൽ. ആൻഡ് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അതിൽ തന്നെ അറിയിക്കാം. നമ്മുടെ 2 പേരുടെ ഇൻസ്റ്റഗ്രാം ID അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. Today we gonna make കിഴി പൊറോട്ട. നമ്മളിത് ആക്ച്വലി ഇത് ഒരാളുടെ അടുത്ത് നമ്മൾ കണ്ടപ്പോഴാണ് ഇതൊരു ഐഡിയ വന്നത്. അപ്പം ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം, ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വീഡിയോ, ഞാൻ കുറേ ആയി ഗൈസ്, എത്രയോ ഇയേഴ്സായി ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട്. ഈസി അല്ലേ? ഒരു പൊറോട്ട, അതിന്റെ മുകളില് ചിക്കൻ കറി, അതിന്റെ മുകളില് പൊറോട്ട. അത് കുക്കിംഗ് പ്രോസസ് അല്ലല്ലോ. ചിക്കൻ കറി ഉണ്ടാക്കണം, പിന്നെ പൊറോട്ട നമ്മൾ വാങ്ങിയതാണ്. ഇത് ആക്ച്വലി നമ്മൾ വീഡിയോ എടുക്കുന്ന രാത്രി കേട്ടോ. നമ്മൾ വീഡിയോ രാവിലെ ആയിരുന്നു പ്ലാനിങ്. അപ്പം നമുക്ക് നാളെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉള്ളത് കാരണം നമുക്ക് പോകേണ്ടി വന്നതുകൊണ്ട് എൻ്റെ അമ്മയുടെ ബ്രദറിന്റെ ന്യൂ ബോൺ ആയിരുന്നു. അപ്പൊ ആ ന്യൂ ബോൺ അല്ലേ, അഭിമാമയ്ക്ക് ന്യൂ ബോൺ ഇല്ലേ? അപ്പൊ ന്യൂ ബോണിന്റെ അമ്മേന്റെ ബ്രദറിന് ന്യൂ ബോണോ? ശരിയാണല്ലേ. ശരി പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിട്ട് നമ്മൾ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പോയത്. അപ്പൊ അങ്ങനത്തെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് കുറച്ച് ചെരുപ്പുകളൊക്കെ എനിക്ക് കുറച്ച് ചെരുപ്പും ഫ്രീ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. യെസ്, ഞാൻ ക്രോക്സ്, മഴക്കാലം ആയതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ കുറച്ച് ക്രോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിരുന്നു വൈകുന്നേരം ആവാനുള്ള കാരണം കേട്ടോ. അപ്പൊ ഇതിന്റെ ക്ലാരിറ്റി ചെരുപ്പൊക്കെ കാണിച്ചെടുക്കുമോ? നോ, അപ്പൊ ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും നല്ലപോലെ രാത്രി എടുക്കുന്നതുകൊണ്ട് തന്നെ. അപ്പൊ കുറെ ആയി ഞാൻ വീഡിയോ എടുത്തിട്ട്. അപ്പൊ എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ പ്ലീസ്, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം. അപ്പോ നമ്മൾ നോക്കട്ടെ എന്താണ്. നമ്മളെ ചിക്കൻ ഫ്രീസറിൽ അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പൊ ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചാണ് പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മള് എന്തോടൊക്കെ അത്രയും ഫ്രീസ്ഡ് ആണ്. ക്ലോസ് ചെയ്യും. ഓക്കെ, ആണ്ടേ വേണ്ട കോപ്പിറൈറ്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഉള്ളിയും സാധനങ്ങളൊക്കെ നന്നാക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പം അതും അത്ര മതിയില്ലമ്മ. ഓക്കെ, അപ്പം 2 അന്തകമ്മികളാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. ഇത് കിഴി പൊറോട്ട ആവുമ്പോൾ വേറെ എന്തെങ്കിലും ആവുമോന്ന് അറിയില്ല അല്ലേ?
നമുക്ക് എന്താണ് ഗീ പൊറോട്ട അറിയോ? അയ്യോ തൂവല ഇല്ല, ചിക്കൻ പൊറോട്ട. ചിക്കൻ പൊറോട്ട എന്താണെന്ന് അറിയാം, അതന്നെ അടിക്ക് ഗീ പൊറോട്ട. അപ്പൊ നമ്മള് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ, അത് പറഞ്ഞേക്ക് ഫസ്റ്റ് ടൈം ആണ്. ആദ്യം മുൻകൂർ ജാമ്യം എടുത്തോ, ആദ്യം പറഞ്ഞോ ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ ലെറ്റ്സ് ട്രൈ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ് നമ്മളെ ചിക്കൻ ഓൾറെഡി ഫ്രീസ്ഡ് ആണ് കേട്ടോ. ഇത് അവിടെ കിട്ടുന്നുണ്ടെന്നാണ്, എല്ലാ കറക്റ്റൊക്കെയാണ് വീഡിയോ എടുക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് എന്ത് ചെയ്യണം കേട്ടോ, ഐസ് പോലെ ഇങ്ങനെ തിക്കാണ്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി ആദ്യം വെക്കട്ടെ. അപ്പോൾ ഞാനിത് ടൈം ലാപ്സിൽ ഇടുള്ളൂ കേട്ടോ. ചിക്കൻ എന്താ നമ്മൾ കഴുകി വീണ്ടും വൃത്തിയാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളി അരിയാനുണ്ട്, പിന്നെന്താ അതന്നെ ഉള്ളൂ. ഉള്ളി അരിയാണ്ട് തക്കാളി സെറ്റാക്കാൻ അത്രയുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളിയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ എന്ത് ഫുഡ് ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിലും പപ്പേൻ്റെയും അമ്മേൻ്റെയും ഒക്കെ നിർബന്ധമാണ് ചെറിയ ഉള്ളി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഇനിയിപ്പോൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം. അപ്പം ഈസി ആയിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിടണമെന്നാണ് പഴമക്കാർ പറയാറില്ല. വേണ്ടി വരുമോ? കളിക്കാൻ ഞാൻ തന്നെ തിന്നേണ്ടി വരും, ഉണ്ടാവില്ല. ഉള്ളി നിന്നെ പോലെ സുന്ദരിയാണ് ഉള്ളി ഉള്ളി രണ്ടുപേരെന്നൊരു സുന്ദരിയാണ് ഉള്ളി ഉള്ളി ഉള്ളി. അപ്പോൾ ഗൈസ് കഥയിൽ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളതിൻ്റെ കൂടെ ഇൻട്രോയിൽ ചോട്ടൂനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവളെ നമ്മൾ ചോട്ടൂന്ന് കേട്ടോ വിളിക്കുക. അഭിനയ എന്നാണെങ്കിൽ അവളെ നമ്മൾ ചോട്ടൂന്നാണ് വിളിക്കുക. അപ്പോൾ ആളിപ്പോൾ തെറ്റിപ്പോയതാണ്. ഞാൻ കാണിച്ചു തരാം. അയ്യേ ഒരാൾ തെറ്റിയിട്ട് പൂളിയായിരിക്കണൊക്കെ. അയ്യേ തെറ്റി. അമ്മ ഇതൊക്കെ എടുത്ത് എറിയുന്ന അമ്മ, സ്ലൈം എടുത്ത് എറിയും അമ്മ. ആ സ്ലൈം അത് അവിടെ ഒട്ടി പിടിച്ച്. അപ്പോൾ ഗൈസ് ഇത് നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പച്ചമുളക് ഒരു മിനിറ്റ്, ഒറ്റ കൈ കൊണ്ട് വീഡിയോ മറ്റേ കൈ കൊണ്ട് ഇതും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഉപ്പിട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കണം. നമ്മളിവിടെ 2 ഉള്ളിയും പിന്നെ 6 ചെറിയ ഉള്ളി ആട്ടോ എടുത്തത്. ഇനി ഇതാ തക്കാളി ഇത് 2 ഇടണം. അപ്പം ഇനി തക്കാളിയാണ് നമ്മൾ അരിയാനുള്ളത്. ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടാന്ന്. പക്ഷെ അമ്മ പറഞ്ഞു തക്കാളി ഇട്ട് വഴണ്ടി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒറ്റ അവിടെ തെറ്റിപ്പോയി ഇരിക്കുകയാണ്. അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ വീഡിയോയിൽ. ഈ പൊറോട്ട ഞാൻ ഉണ്ടാക്കുന്നില്ല, ഞാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിച്ചിരിക്കുകയാണ്. കണ്ടോ കേട്ടോ. നല്ലപോലെ ഇതും ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം മാത്രമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. എനിക്ക് മൈക്കല്ലാത്തത് കാരണം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്ലീസ് അഡ്ജസ്റ്റ്. അപ്പോൾ ഗൈസ് ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഒരാൾ
പോയിരിക്കുക. കൊണ്ടോ ആ ഒറ്റയ്ക്ക് അടച്ചിരുന്നോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. ഇത് ഓൾറെഡി നോർമൽ ചിക്കൻ കറിയാണ് അല്ലേ അമ്മ? എല്ലാവരുടെ വീട്ടിൽ ഇതേമാതിരി തന്നെ ഉണ്ടാക്കാറ്. പക്ഷെ നമ്മളൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് മാത്രം. സോ അമ്മ ജോയിൻറ്റ് ചിക്കൻ കറി അമ്മ ആക്കാമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കിഴി പൊറോട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ വീണ്ടും ഇപ്പോൾ ഓൾറെഡി സമയം 8:45 കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയും നമ്മളൊക്കെ ഭയങ്കര സ്ലോ ആണ്. അമ്മ കുറച്ച് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി തരുമല്ലോ. അമ്മ അത് കെട്ടു. ഞാൻ ഓഫ് ചെയ്താണ് ലോകം വീട്ടിൽ പോയിട്ടോ. അപ്പോൾ മല്ലിപ്പൊടി എല്ലാം ഓരോരോ ടേക്ക് ഇട്ടോ. മല്ലിപ്പൊടി ഇട്ടു. എന്താണ് എന്താ മഞ്ഞൾ തൂൾ, മഞ്ഞൾ പിന്നെ നമ്മളെന്താ ഇതെന്താണ് ഈ മലയുടെ എന്താ ചിക്കൻ മസാല, മീറ്റ് മസാല, ഗരം മസാല. ഓക്കെ പഠിച്ചേക്കട്ടെ. ഓക്കെ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ, കാരണം ചെറിയ ആളുള്ളതുകൊണ്ട് ഓക്കെ എരിവ് പറ്റില്ല. ഇനി എന്താ എടുത്തത്? മീറ്റ് മസാല. അമ്മ എന്താ ഒന്നും ഉണ്ടാക്കത്തെ? അതെന്താ പെട്ടെ? ചിക്കൻ മസാല ഇട്ടു, പിന്നെ ഗരം മസാല, അത്ര തന്നെയുള്ളൂ അല്ലേ? എന്നിട്ട് നല്ലപോലെ ഇതുപോലെ പറയുന്നത് എന്താണ്, പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റണം കേട്ടോ. അതിൻ്റെ കൈ തട്ടണ്ടേ ഇല്ലല്ലോ. അപ്പോൾ നല്ലപോലെ വഴഞ്ഞു വന്നിട്ട് കുറച്ച് വെള്ളം, മിക്സിയിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയ ആ മിക്സി കഴുകി ഒഴിക്കുന്ന വെള്ളമാണ്. കഴുകി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്കല്ലേ ചിക്കൻ ഇടാൻ ചെയ്യുമ്പോൾ ചിക്കൻ ഇടും. അപ്പോൾ ഇതാ ഗുളു 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 എന്ന് പറയുമ്പോൾ ചിക്കൻ അതിലേക്ക് ഇടണം. എന്നിട്ട് ഇപ്പം ഇങ്ങനെ തിരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു ക്യാമറ ആയതുകൊണ്ടാണ് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നത്. അമ്മേനെ ഇളക്കുക. ഇത് സെറ്റായി വന്നതിന് ശേഷം നല്ലോണം ഇത് വിളയിച്ചിട്ട് വേവിക്കല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലപോലെ സ്പൂണൊക്കെ കഴുകി ഒഴിക്കണം അല്ലേ? അങ്ങനെയല്ല പറയാ, അല്ല സ്പൂണൊക്കെ കഴുകി ഒഴിക്കാന്നല്ലേ? വേവാനുള്ള വെള്ളം ഒഴിക്കാം. തിളച്ചിട്ട് പോരാത്ത ഇടാം. ഓക്കെ. ഇനി ഇത് തിളച്ചിട്ട് വരുമ്പോൾ നമ്മൾ പറയുന്നത് പോരാത്ത പൊടികളൊക്കെ വീണ്ടും ആഡ്. അപ്പോൾ അത് നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്യണം. എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും? നമ്മളൊന്നും പറഞ്ഞില്ല. വേവണ വരെ. ഓക്കെ. എന്താ എൻ്റെ പ്രശ്നം? ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി. എടി ഇത് എടുക്കുന്നില്ല. ഈ എന്തിനാ തെറ്റിയത് പറയും? ഹായ് അഭിനയ്ക്ക് വട്ടായേ. കണ്ട ഈ എന്നെ വട്ടായി അറിഞ്ഞിട്ട് നമുക്ക് യക്ഷിക്ക് ഡബ് ചെയ്യാൻ പോവാം. അയ്യോ അതൊന്ന് കടിക്കല്ല അഭിനയ. ആ പല്ല് ഇളങ്ങി നിക്കണ പല്ലാണ് പോരും. വലിയ ഡിസിഷൻസ് ഒന്നും എടുക്കരുത് അങ്ങനെ. അമ്മ പ്രാന്തുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ പറയൂ. നിങ്ങൾ എന്താണ് ഓക്ക് പ്രാന്താന്ന് ഇത്ര എന്നോട് പറയാം. ഇപ്പൊ കറക്റ്റ് ഇളകിയമാരുണ്ട്.
അത് പറഞ്ഞെങ്കിൽ ശരിയാ. അപ്പൊ എന്റെ ബാക്കിയല്ലേ, അപ്പൊ എനിക്ക് ഭ്രാന്തുണ്ടാവുമല്ലോ. ദാറ്റ് ഇസ് നോർമൽ, വെരി ക്വൈറ്റ് നോർമൽ. വാ അങ്കന മോളെ കിട്ടി ആ കടിക്കൻ മൗലി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോർ. ആ അമ്മ നോക്കമ്മ എന്താ പറഞ്ഞത്? ശുഭം തോം 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 മപസനിത പമസാനിത. ശങ്കരൻ തമ്പി മറ്റാളെ വെട്ടണ കാര്യം കണ്ടോ. ചിക്കൻ കറി അവിടെ എന്തായി നോക്കട്ടെ കേട്ടോ. ഇത് ഓളെ കരച്ചിൽ കണ്ടിട്ടൊന്നും പേടിക്കണ്ട കേട്ടോ. ഇത് സ്ഥിരം എന്നും രാത്രി ഇവിടെ ഉള്ളതാണ്. അമ്മേൻ്റെ അടുത്ത് നിന്ന് 2 ചീത്തയൊക്കെ കിട്ടി സുഖമായിട്ട് ഞങ്ങൾ 2 പേരും ഉറങ്ങും. താം തിരക്കട തോം തിരക്കട തീം തിരക്കട നം തിരക്കട രാരാ 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 അരസപുരാരാ തേരാ കന്തപു തേരാ കായമേ നീതിരാ നീതി പോ. കറക്റ്റ് എക്സ്പ്രഷൻ. രാരാ ലക 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 തോം തിരക്കട തോം തിരക്കട നം തിരക്കട. കണ്ടോ കണ്ടോ കണ്ടോ. സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, ഭ്രാന്തിന്റെ പല അവസ്ഥാന വാ എടാ ഈ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് കിഴി പൊറോട്ട എന്ന് പറഞ്ഞിട്ട് വാ വാ. നല്ല മോളല്ലേ. ഫോൺ മാറ്റി മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ. വാ അമ്മ നാളെ പോകാനുള്ള പരിപാടിന്റെ പ്രിപ്പറേഷനിലാട്ടോ. ഞാൻ എൻ്റെ രാജിക്കത്ത് കൊടുത്തു നോക്ക്. ഇതോടെ തിളച്ച് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സിമ്മിൽ വെച്ചിട്ടില്ല, കുറച്ചാണ് അമ്മ വെച്ചോ. അപ്പോൾ ഇത് തിളച്ച് വന്നു. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. 1 മിനിറ്റ്, നമ്മൾ ആദ്യം എന്തൊക്കെയാണുള്ളത് നോക്കണ്ടേ. ഓക്കെ, നമ്മളിപ്പം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നോക്കുകയാണ്. പൊടികളൊക്കെ അമ്മ എപ്പോഴും ഇടുന്ന ആളായതുകൊണ്ട് നമുക്ക് അറിയാം കേട്ടോ. എന്നാലും നമ്മൾ വെറുതെ നോക്കാം. റെഡി. അപ്പോൾ റെഡിയാണ് കേട്ടോ ഗൈസ്. ഇനി അപ്പം എന്താണ്, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അല്ല, ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒഴിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കേട്ടാ അല്ലേ. അപ്പോൾ പൊറാട്ടയും ഇത് നമ്മൾ കിഴി വെക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം 2 പൊറാട്ട ആദ്യം വെക്കുന്നത്. നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറീൻ്റെ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ലെയറിൽ ഇങ്ങനെ ഒരു ഇത്തിരി കഷ്ണവും കുറച്ച് വെള്ളവും. പിന്നെ ഒരു പൊറോട്ട എടുത്തിട്ട് അത് ലെയർ ചെയ്യുക. ഇനി നമ്മളൊരു ഇത്തിരി കറി വയ്ക്കുന്നു. നമ്മളെ കിഴി പൊറോട്ട എങ്ങനെ കേട്ടോ, കാരണം നമ്മൾ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യാണ്. ഒരു പൊറോട്ടയും കൂടി ലെയർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ബസ് ഞങ്ങളിങ്ങനെ കേട്ടോ കെട്ടാൻ ഉദ്ദേശിച്ച്. ശരിക്കും മറ്റേ പോലെ കെട്ടേണ്ടത്. വാഴേൻ്റെ നാര് കൊണ്ട് നമ്മൾ കെട്ടാണ്. ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് ബാക്കി അമ്മ കെട്ടും. ഇങ്ങനെ കെട്ടാനോ? ഇതിന്റെ മുകളിൽ ബൈൻഡ് ചെയ്താള്. ഒന്ന് മതിയോ? ഒറ്റ മതിയോ? ഒറ്റ ട്രിപ്പിന് മതിയോ? മറ്റൊന്ന് മതി.
ഓക്കെ. അപ്പോൾ 2 ഇലയിലേക്ക് നമ്മൾ ആക്കുന്നുണ്ടേ. കാരണം ഒറ്റ ഇല നമ്മൾ ഓർമ്മയില്ലാതെ വാട്ടിയിട്ടില്ലായിരുന്നു. സാധാരണ ഇത് വാട്ടിയിട്ടാണ് എല്ലാവരും ചെയ്യുക. നമ്മൾ വാട്ടാൻ മറന്നു. നമ്മൾ പൊറോട്ട ആക്കിയതിന് ശേഷമാണ് വാട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ സത്യം നമ്മൾ മനസ്സിലാക്കിയത്. പോരെ, അങ്ങനെ കിട്ടണം. ഓക്കെ, ഞാനും ഹെൽപ്പ് ചെയ്തരാം. റെഡി? മതി. അപ്പം നമ്മളിതാ കുക്കർ എടുത്തിട്ടുണ്ട്. ഏതിലായാലും മതി. എന്നാൽ പിന്നെ ഈ വെള്ളം അതിലേക്ക് ഒഴിക്കട്ടെ. ഓക്കെ, വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പ്ലേറ്റ് വെച്ച് അതിൻ്റെ മേലെ നമ്മൾ കിഴി വെച്ചിട്ടാണ് മൂടുന്നത് കേട്ടോ. സാധാരണ ഇത് ഇഡ്ഡലി തട്ടിൽ വെക്കാന്നാണ് അമ്മ പറയുന്നത്. വെക്കാൻ പറ്റില്ലേ? ഓക്കെ, കറക്റ്റ് കേട്ടോ. നമ്മളെല്ലാം എല്ലാം കറക്റ്റാണ്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പം ഇനി ഇത് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ പക്ക കവർ ചെയ്ത് കൊടുക്കണം. യെസ്, ഒരു ദമ്മും വെച്ചു അമ്മ. അപ്പോൾ ഗൈസ്, നമ്മൾ ഹാളിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ആയി എന്ന് തോന്നുന്നുണ്ട്. അമ്മ ആയോ? അമ്മ സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം കേട്ടോ. സൈഡിൽ കൂടെ ആവി വരുന്നുണ്ടോ? ആവി ആവി ക്യാമറയ്ക്കോ? കണ്ട കണ്ട ആവി വരുന്നുണ്ട്. ആവി പോകത്, ആവി പോകത്. യെസ്, ഒന്നും കൂടി ആവാണ്ട് കേട്ടോ. ഈ നമ്മൾ ഇല വാട്ടാത്തോണ്ട് തന്നെ അപ്പം ഈ അതിന് എന്താ വാഴേൻ്റെ ഇലയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് പോലും. അപ്പം ഫുഡിലേക്ക് ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ അമ്മ. ആശാത്തി കുളിക്കാൻ വേണ്ടി കയറിയതാട്ടോ. അമ്മ മെല്ലെ നൈസായിട്ട് കുളിക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അത്രയും നേരം തെറ്റി പിണങ്ങി ആർത്ത് വിളിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുളിക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കഥകൾ കേട്ടോ. പാട്ടൊക്കെയാണ് എന്നല്ലോ. അപ്പോൾ ഗൈസ് ഇതായിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പം മെല്ലെ ഇത് ഓഫ് ചെയ്യണം. ആവിയൊക്കെ വന്നു തുടങ്ങി നല്ലോണം. അപ്പം ഇല വാടിയും തോന്നുന്നു. എടുക്കാം. അത് ചൂടായി. ഇനി ഒരു ദിവസം നമുക്ക് പൊതിച്ചോറ് ട്രൈ ചെയ്യണേ. ഇനി ഇത് തുറക്കാനായോ? ഇല്ലല്ലോ, ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഇതന്നെ നല്ല ചൂടുണ്ട്. അപ്പൊ ഇതൊന്ന് ആറിയിട്ട് കാണിക്കാം. എന്ത് ഷുവർ, എന്തായാലും കട്ട് ചെയ്യാം. തെറ്റിന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തിനാ ഞാൻ കട്ട് ചെയ്യും. ആ ബാക്കത്ത് ഡോർ അടിച്ചേടി നീ അല്ലേ തുറന്നിട്ട് പോന്നെ? ഓളാണ്ടോ ലാസ്റ്റ് കുളിച്ചോള്. വാഷ്റൂമിന്റെ ഡോർ അടയ്ക്കോ? ആ ഓക്കെ. അപ്പം ഇപ്പോൾ സമയം നമ്മൾ ഏകദേശം ഒരു 10. യെസ്, അവളെ തെറ്റലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ പറയില്ല. ഓക്കെ, അപ്പം നമ്മളെ കോട്ട ഈ കയറുന്നത് നോക്ക്. ടേബിളാണ്, ആ ചവിട്ടരുത്. എന്തേ അത്രേ ഉള്ളൂ. അപ്പം ഗൈസ് നമ്മളെ എന്താണ് എന്ത് പൊറോട്ടയാണ്? കൊത്തു പൊറോട്ട അല്ലേ? അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം. അതൊന്നും പറ്റിയില്ല. ഓൾറെഡി നമ്മളിന്ന് ലേറ്റ് ആയി. നമ്മളിന്ന് രാത്രിയല്ലേ വീഡിയോ. നമ്മൾ രാവിലെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊത്തു പൊറോട്ട കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പത്തെ ടീംസ് ഇവളെ യൂട്യൂബ് ചാനൽ നോക്കി ഫസ്റ്റ് കാണാൻ പറ്റും. ഇന്നെന്താ ഒന്നുമില്ല, വെറുതെ ഒരു യൂട്യൂബ് ചാനലാണ് ഗൈസ്. അപ്പൊ കാണണ്ടോ ഇവളെ യൂട്യൂബ് ചാനൽ കാണണ്ട. അമ്മ അവിടെ ഉണ്ട് കേട്ടോ. അവളങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തെറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആളെ ആശാത്തി എത്തി ഭയങ്കര കുളിച്ചു കേട്ടോ. കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തെറ്റലൊന്നും ഇല്ല. അപ്പൊ ഷുവർ കട്ട് ചെയ്യാം. അപ്പോൾ വട്ടാന്ന് കാണിച്ച് ഓക്കെ ഓക്കെ. അപ്പോൾ സമയം ഇത്ര ലേറ്റായി. നമ്മൾ ഓൾറെഡി 10 എത്ര മണിക്കാണ് നമ്മൾ വെച്ചാൽ 10:40 വെച്ചതാണ്. ഇപ്പൊ സമയം എത്രയമ്മ? 11:30.
രാത്രി 11:30 മെല്ലെ പറയും, രാത്രി 11:30. ഓക്കെ, എന്താ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് പോയി തുറന്നിട്ട് ആ സംഭവം എടുത്തു കൊണ്ടുവന്നിട്ട് ഡൈനിങ് ഹാളിൽ വരാം. അവിടെയൊക്കെ വെളിച്ചം കുറവാ. ഓക്കെ, ലെറ്റ്സ് ഗോ. ചോട്ടോ ഓളെടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ആശാത്തി ഓടിയത് പൈനാണ്. ഇതാ വാ 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 വാ. തുറക്കട്ടെ? ഇല്ല, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞാൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാ കാണിച്ചോളൂ അമ്മ. ഓളെ ഒക്കെ ഓപ്പൺ ചെയ്യണം. തുറന്നു. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ തന്നെ പിടിച്ചോട്ടോ. അറിയാ. ഓക്കെ, നിനക്ക് വെയിറ്റ്, നമ്മളെ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ ഇവിടെയൊക്കെ ആവിയൊക്കെ ഇലയുടെയൊക്കെ തുറക്കണ മാതിരി മണം. പൊറോട്ടേൻ്റെ മണമായിരിക്കതേ. അപ്പം ചിക്കൻ കറീൻ്റെ മണമുണ്ട്. നിങ്ങളും കൂടി വെച്ചോ. ഓഡിയൻസിന് മണം കിട്ടുന്നില്ലേ ഗൈസ്? നിൽക്കാം അമ്മ. ആയില്ല. പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? വെയിറ്റ്. ആദ്യം നമ്മളെ ഒരുത്തി ഇവിടെ അതാ ചെറിയ കൈകൾ വന്നു, മെല്ലെ തിന്നു. ഇതൊക്കെ അപ്പഴേ പറഞ്ഞില്ലേ ചൂടുണ്ട്. ഇനി ഒരു ചിക്കൻ പീസ് കൂടി എടുത്തോ. വെയിറ്റ് ചെയ്യേ, അവർക്കൊരു പീസ് കൊടുക്കട്ടെ കേട്ടോ. ഇതാ നിങ്ങൾക്ക് ആദ്യം തരാം. അയ്യോ, ഇതിൻ്റെ ക്യാമറ എവിടെ? ഇതാ കഴിച്ചോളൂ. ഒരു പൊറോട്ട ആദ്യം നമുക്ക് ഓഡിയൻസിന് കൊടുക്കാം. അപ്പോൾ അത്രയും നേരം കണ്ടിരുന്നല്ലേ. കഴിച്ചോളൂ. ഓക്കെ, അമ്മ വീട്ടിൽ നിന്ന് എടുത്തോ. എങ്ങനെയുണ്ട്? അല്ല, അമ്മയ്ക്ക് ആദ്യം കൊടുക്കാം. വെയിറ്റ് അമ്മയ്ക്ക് കൊടുക്കട്ടെ കേട്ടോ. എങ്ങനെ? യെസ്, ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. വേണ്ട, പക്ഷെ അതിന്റെ കറീന്റെ ചാറ് ഒഴിച്ചത് കുറച്ച് കുറഞ്ഞു പോയി. നല്ല സോഫ്റ്റി ആണ് കേട്ടോ. ചിക്കൻ നല്ല ടേസ്റ്റ്. അപ്പം ഞാൻ കട്ട് തിന്നാണ്. We did it. കാണിക്ക്, we did it. നല്ല ടേസ്റ്റ്. ഇത്രയും നേരമൊക്കെ തെറ്റാനും പഴങ്ങാനൊന്നും ഒരു വിശപ്പിന്റെ പ്രശ്നമില്ല കേട്ടോ. ഓള് സാധാരണ ഓള് 12 മണിക്ക് 1 മണിക്കൊക്കെ നീറ്റ് ചായയും പാർലേജ് ബിസ്ക്കറ്റും കഴിക്കുന്ന ടീമാണ്. എന്നിട്ട് ഓക്ക് വിശപ്പ്. എത്ര പ്രാവശ്യം ചായയും പിന്നെ ആൽഫബറ്റ് ബിസ്ക്കറ്റ് അല്ലേ അയച്ചേ? ആൽഫബറ്റ് ബിസ്ക്കറ്റ് കുറെ അയച്ചിട്ടായിട്ട് കഴിക്കുന്നത്. നമ്മളാണ് അങ്ങനത്തെ ഒന്നും കഴിക്കാത്ത. അപ്പോൾ ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഞങ്ങൾക്ക് ഈ 2 പൊട്ടന്മാർക്കും ഇത് റെഡി ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പ്രോ കുക്സ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും റെഡിയാവും. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ സെറ്റാണ്. നമ്മൾ വീടല്ലേ നമ്മൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് സെറ്റ്. മാത്രം. ഓക്കെ, ഫൈൻ. ഞാൻ പൊട്ടത്തെയാണ് ഓക്കെ, ഫൈൻ. അപ്പോൾ വെയിറ്റ് മാൻ വെയിറ്റ്, നമുക്ക് അടുത്ത് ചേരും. അപ്പൊ അത് കുട്ടികളെ ഒരിക്കലും പ്രത്യേകിച്ച് ഇവിടെ നോക്കാൻ പറയില്ല. ഓണസ്റ്റ് ആണെങ്കിൽ മാത്രമേ പറയുള്ളൂ. ഇവിടെ ടേസ്റ്റ് ഇല്ലെങ്കിൽ അമ്മയുടെ പറയും എന്ത് പറയും. ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിൽ അപ്പം പറയും ടേസ്റ്റ് ഇല്ല, എനിക്ക് വേണ്ട, അപ്പം തന്നെ പറയും. ഇതിപ്പോൾ കണ്ടില്ല, ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അവിടെ എടുത്ത് തിന്നുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യണം. ബൈ. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് ഇത് എത്രത്തോളം ഓക്കെ ആയിരിക്കും, രസമുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം നമ്മളിത് പഠിച്ച് വീണ്ടും അതിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. So, leave this. Please subscribe. Thank you for watching. Bye.